ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഭക്ഷണം ഗംഭീരമാക്കി ഭക്ഷണ കമ്മിറ്റിയുടെ പ്രവർത്തനം. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഭക്ഷണം ഗംഭീരമാക്കി ഭക്ഷണ കമ്മിറ്റിയുടെ പ്രവർത്തനം. ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റുകയാണ് ഭക്ഷണ കമ്മിറ്റിയുടെ പ്രവർത്തനം. KPSTയുടെ നേതൃത്വത്തിലാണ് ഇത്തവണ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഭക്ഷണം ഒരുക്കുന്നത്. ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ ഭക്ഷണമാണ് ഒരുക്കുന്നത്. എല്ലാ ദിവസവും പായസമുണ്ടെന്നുള്ള പ്രത്യേകതയുമുണ്ട്. ഓരോ ദിവസവും 5000-ഓളം കുട്ടികൾക്കും ഒഫീഷ്യൽസിനുമാണ് ഇവിടെ നിന്ന് ഭക്ഷണം വിളമ്പുന്നത്. ഓക്കെ സാർ, സന്തോഷം കാണുന്നുണ്ട് മുഖത്ത്. പ്രത്യേകിച്ച് ഞങ്ങൾക്കും സന്തോഷമാണ്. എല്ലാ ദിവസവും പായസം കിട്ടുന്നല്ലേ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം. സാറിന് എന്താ പറയാനുള്ള പായസത്തെക്കുറിച്ച്? തൃപ്പൂണിത്തുറ ഹരിസ്വാമിയുടെ പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഏറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അദ്ദേഹത്തിന് ഏകദേശം 20-ന് മുകളിൽ തരത്തിലുള്ള പായസം ഉണ്ടാക്കാൻ അറിയാമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള പായസങ്ങൾ, കടലപ്രഥമൻ പായസമാണ് ഇന്ന് നൽകുന്നത്. ഏറ്റവും ആദ്യത്തെ ദിവസം എന്താ സാറേ, എന്ത് പായസമാണ്? കടലപ്രഥമൻ പായസമാണ്. പേര് പോലും പലർക്കും ഒരു അപരിചിതമാണ്. പക്ഷെ വളരെ രുചികരമായിട്ടുള്ള പായസങ്ങളിൽ രാജാവ് എന്ന് പറയാൻ തരത്തിലുള്ള പായസമാണെന്നാണ് ഹരിസ്വാമി പറഞ്ഞിരിക്കുന്നത്. സാറിപ്പോൾ ഒരുപാട് വർഷമായിട്ട് നമ്മുടെ പരിപാടികളിൽ, വിദ്യാർത്ഥികളുടെ പരിപാടികളിൽ കൺവീനറായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വർഷമാണ് സാറിന് ഏറ്റവും സന്തോഷത്തോടെ നിൽക്കുന്നത്. ഒരു ടെൻഷൻ പോലും മുഖത്തില്ല. യഥാർത്ഥത്തിൽ ഇതിപ്പോൾ റവന്യൂ ജില്ലാ കലോത്സവത്തിൻ്റെ ഭക്ഷണ കമ്മിറ്റിയുടെ കൺവീനർ 2ാം തവണയാണ്. ഇതിന് മൂത്തോമത്ത് വെച്ച് നടത്തിയപ്പോൾ പഴയുടെ മോഹനം തിരുമേനിയെയാണ് നമ്മൾ അന്ന് പാചകത്തിനായി കൊണ്ടുവന്നത്. പക്ഷേ ആ പഴയുടെ തിരുമേനിയെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹം തന്നെയാണ് എല്ലാ ഭക്ഷ്യ വിഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളും എല്ലാം അദ്ദേഹം തന്നെയാണ് മുഴുവനായിട്ട് ഏറ്റെടുത്തിരുന്നത്. തൃപ്പൂണിത്തുറ ഹരിസ്വാമിയെ ചെയ്യുമ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരും ചേർന്ന് പാചകം എല്ലാം ഭംഗിയായിട്ട് നമുക്ക് ചെയ്തു തരുന്നു. അനുബന്ധമായിട്ടുള്ള അത് പാത്രങ്ങളായിക്കോട്ടെ, ഭക്ഷ്യവിഭവങ്ങളായിക്കോട്ടെ, മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ നേരിട്ടെടുത്ത് ചെയ്യുന്ന ഒരു 3 ദിവസവും ഈ ഊട്ടുപുര നിറഞ്ഞ നമ്മുടെ മത്സരാർത്ഥികളും എക്സ്പെർട്ട് ടീച്ചേഴ്സും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും ഇവിടെ വന്ന് ഭക്ഷണം വിഭവസമർത്ഥമായി കഴിച്ച് സന്തോഷത്തോടെയാണ് മടങ്ങിയിട്ടുള്ളത്. ഇനിയുള്ള 2 ദിവസം കൂടി ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് കൊടുക്കണം. മത്സരാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ കലാമേളയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾ എത്തിച്ചേരുന്ന ഒരു ഇടം എന്ന നിലയിൽ തന്നെയാണ് ഈ യൂട്ടുപുരയുടെ പ്രത്യേകത. മറ്റെല്ലാ മത്സരാർത്ഥികൾ അതാത് വേദികളിൽ മാത്രം എത്തുമ്പോൾ നമ്മുടെ ഈ ഒരു ഭക്ഷണപ്പുരയിലേക്ക് ഈ കലോത്സവത്തിൽ വരുന്ന മുഴുവൻ വിദ്യാർത്ഥികളും മത്സരാർത്ഥികളും ഉൾപ്പെടെയുള്ള എല്ലാവരും എത്തിച്ചേരുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് വിശാലമായൊരു പന്തലടക്കം സജ്ജീകരിക്കാൻ നമുക്ക് സാധിച്ചു. സാറേ, ഒരു സംശയം കൂടെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി 11:30 മണി വരെ സാറൊക്കെ ഫുഡ് കൊടുത്തെന്ന് കേട്ടിരുന്നു. അതിനെക്കുറിച്ച് എങ്ങനെയാണ് സാറേ രാത്രി ഇത്രയും ടൈം താമസിക്കുന്നത്? നല്ല രുചികരമായ ദോശയും ചമ്മന്തിയും സാമ്പാറും ഇവിടെ റെഡിയാണ്. സാറിന് ഞാൻ സന്തോഷത്തോടെ വിളമ്പാണ്. സാറ് കഴിഞ്ഞ 3 ദിവസമായിട്ട് സാർ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ എന്താണ് ഭക്ഷണത്തെക്കുറിച്ച് പറയാനുള്ളത്? വളരെ മനോഹരമായ ഭക്ഷണം. നമ്മുടെ കലോത്സവത്തിൻ്റെ ആദ്യ ദിവസം മുതൽ വളരെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, അല്ലെങ്കിൽ രുചികരമായ ഭക്ഷണം. അപ്പോൾ സാറേ, ഭാര്യ വിളമ്പിത്തരുന്നതിനേക്കാൾ സന്തോഷത്തോടുകൂടിയാണ് കുട്ടികൾ തന്നെയാണ് കുട്ടികൾ വിളമ്പി. അപ്പോൾ പ്രശ്നമാകും അല്ലേ? മിക്കവാറും ഇത് കണ്ടു കഴിഞ്ഞ് ചാനലിൽ വന്നു കഴിയുമ്പോൾ ചില പ്രശ്നമാകും. പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടികൾ വിളമ്പിത്തരുന്ന കാര്യം നമ്മൾ പറയണമല്ലോ, അപ്രീഷിയേറ്റ് ചെയ്യേണ്ടടുത്ത് അപ്രീഷിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇടയ്ക്ക് ഭാര്യയെ ഇതേമാതിരി തന്നെ ചെയ്തേക്കണം എന്ന് പറഞ്ഞേക്കണം കേട്ടോ. മക്കളെ, എന്താ മക്കൾക്ക് പറയാനുള്ള ഭക്ഷണത്തെക്കുറിച്ച്? അല്ലേ, ടേസ്റ്റ് ഉണ്ടല്ലേ? സംസ്ഥാന വൈസ് പ്രസിഡന്റ് TU സാദത്തിന്റെ നേതൃത്വത്തിൽ KPSTA നേതാവ് രഞ്ജിത്ത് കൺവീനറായിട്ടാണ് ഭക്ഷണ കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. സെക്രട്ടറി അച്ചിമോൻ പൗലോസ്, ട്രഷറർ ഷെനി ബെന്നി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാദത്ത് TU എന്നിവരും ഭക്ഷണ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം നൽകി രംഗത്തുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.